മെഡിറ്റേഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നവരെ ഒന്ന് വീഡിയോ മോഡിൽ വരാൻ പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരാം കേട്ടോ. അപ്പോൾ 39th മൈൻഡ്ഫുൾ ഇൻസൈറ്റിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ വീഡിയോ മോഡിൽ വരാൻ പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ മോഡിൽ വരാം കേട്ടോ. അപ്പോൾ നമ്മള് 39 ആഴ്ചകളിലായിട്ട് നമ്മളിങ്ങനെ ഒരുപാട് ടോക്കുകൾ നടത്തുന്നുണ്ട്. അതൊക്കെ ലൈഫിനെ ഒന്ന് നറിഷ് ചെയ്യാൻ പാകത്തിനുള്ള അറിവുകളാണ്. ആ അറിവുകൾ എന്ന് പറയുന്നത് വെളിച്ചമാണ്. ആ വെളിച്ചം നിങ്ങളുടെ ലൈഫിന്റെ പല മേഖലകളിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളെ ലൈഫിന്റെ ഇരുട്ടാർന്ന മേഖലകളിലൊക്കെ പോയിട്ട് ആ വെളിച്ചം കൊണ്ടുപോയി അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള പ്രശ്നങ്ങൾ എന്താണോ അത് നമുക്ക് സോൾവ് ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ലൈഫിന് നമുക്ക് ക്ലാരിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളെ മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മൈൻഡിന്റെ ക്ലാരിറ്റി ഇമ്പോർട്ടന്റ്. കാരണം നമുക്ക് നമ്മളെ ഫിസിക്കൽ ഹെൽത്ത് ഭയങ്കര സെറ്റാണ്. നമുക്ക് പൂർണ്ണ ആരോഗ്യവാനായതുകൊണ്ട് മാത്രം കാര്യമില്ല, മീൻസ് ശാരീരിക ആരോഗ്യം മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, മാനസിക ആരോഗ്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം. പലപ്പോഴും നമ്മളിൽ പലരും മൈൻഡ് ആക്കാത്തൊരു കാര്യം അതാണ്. നമ്മളെ മനസ്സിന്റെ ആരോഗ്യത്തെ കുറിച്ചിട്ട് നമ്മുടെ ചിന്തകളെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിച്ചു നോക്കില്ല. നമ്മളെ തോട്ട് എങ്ങനെയാ പോകുന്നത്, തോട്ട് ഏത് ലെവലിലാ പോകുന്നത് എന്നുള്ളത്. ആക്ച്വലി ആ തോട്ട് പിന്നീട് നമ്മളെ ലൈഫ് എങ്ങനെയാവണം എന്നുള്ളതിന് നല്ല ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് പലർക്കും അറിയില്ല. അപ്പൊ നമ്മുടെ തോട്ട് എങ്ങനെയാണ്, നമ്മളെ മൈൻഡ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ എപ്പോഴും നമ്മളെ ചിന്തകളെ കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ മൈൻഡിന് ക്ലാരിറ്റി കിട്ടുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിനൊരു ക്ലാരിറ്റി കിട്ടുക. ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യണം, ഈ കാര്യങ്ങൾക്കൊക്കെ ക്ലിയർ ആയിട്ട് അതിന്റെ സൊല്യൂഷനും കാര്യങ്ങളും കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് നല്ല ക്ലിയർ ആയിരിക്കണം. മനസ്സിന് ക്ലാരിറ്റി കിട്ടുമ്പോഴാണ് നമ്മുടെ ലൈഫിനും ക്ലാരിറ്റി കിട്ടുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മളെ മൈൻഡിന് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് മനസ്സിനെ ആ ക്ലാരിറ്റി ഉള്ള മൈൻഡ് ആക്കിക്കൊണ്ട് നടക്കാൻ പാകത്തിനുള്ള ഒരു ടൂള് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരുപാട് ടൂൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും അല്ലെ. മെഡിറ്റേഷൻ ഉണ്ടാവും, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ആവട്ടെ, അങ്ങനെ ഒരുപാട് സെൽഫ് ടോക്ക് ആവട്ടെ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ജേർണലിങ്ങിനെ കുറിച്ചിട്ടാണ്. ജേർണലിംഗ് എന്ന് പറയുമ്പോൾ പെന്നും പേപ്പറും എടുത്തിട്ട് എഴുതാം. അപ്പൊ അതന്നെ ആ എഴുത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് പ്രാധാന്യമുണ്ട് നമ്മുടെ ലൈഫിൽ. നമ്മൾ ചിലപ്പോ അധികം ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ വലിയ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ല നമ്മളെ ലൈഫിൽ വലിയ എന്തോ ആളായിട്ട് മാറുന്നത് അല്ലെങ്കിൽ വലിയ വിജയം നേടി വരുന്നത്. ചെറിയ കാര്യങ്ങൾ വലിയ രീതിയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ലൈഫിൽ വലിയ വിജയങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നത്. അത്തരത്തിലൊരു ചെറിയ കാര്യമാണ് ജേർണലിംഗ് എന്നുള്ളത്. സ്ഥിരമായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ടൂളാണ് ജേർണലിംഗ് പ്രാക്ടീസ് എന്നുള്ളത്. മിക്കവാറും ആളുകൾക്ക് അറിയുന്നുണ്ടാവും നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്. അപ്പൊ എന്തുകൊണ്ടാണ് എഴുതാൻ പറയുന്നത് എന്നുള്ളതിന് നമ്മള് ഇപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ചാൽ പോരെ, നമ്മൾ ആലോചിച്ചിട്ട് ഇങ്ങനെ ഓരോന്നും നന്ദി പറഞ്ഞാൽ പോരെ എന്ന് നമ്മൾ വിചാരിക്കലുണ്ട്. പക്ഷെ അതല്ല, നമ്മൾ എന്ത് ചെയ്യണം, കൈകൊണ്ട് എഴുതുക തന്നെ വേണം. അപ്പൊ ഈ ജേർണലിംഗ് തന്നെ പല ടൈപ്പ് ഓഫ് ജേർണലിംഗ് ഉണ്ട്. അപ്പൊ ഈ ജേർണലിംഗ് ഒരുപാട് നമ്മുടെ പല മേഖലകളിലും നമ്മുടെ ലൈഫിൽ നമ്മളെ മൈൻഡിനെ ക്ലിയർ ആക്കാൻ വേണ്ടിട്ട് ജേർണലിംഗ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളെ സ്ലീപ്പ്, നമ്മളെ ഉറക്കാവട്ടെ, നമ്മളെ ഹാപ്പിനെസ് ആവട്ടെ, നമ്മളെ മെന്റൽ ക്ലാരിറ്റി, മെന്റൽ ഫങ്ഷൻസ് ആവട്ടെ, നമ്മളെ പേഴ്സണൽ പെർഫോമൻസ് ആവട്ടെ, നമ്മളെ മെമ്മറി ഫങ്ഷൻസ് ആവട്ടെ, ഇതൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ജേർണലിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ന്യൂറോ സയൻസ് അത്രത്തോളം പ്രൂവ് ചെയ്ത കാര്യമാണ് ഈ ജേർണലിങ്ങിനെ കൊണ്ട് ഇതൊന്നും മാത്രമല്ല, ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ട് എന്നുള്ളത്. നമ്മൾ പേപ്പറും പെന്നും എടുത്ത് എഴുതുന്നത് വഴി നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അത് നമ്മളെ മെന്റൽ ഹെൽത്തിന് മാത്രമല്ല, ഫിസിക്കൽ ഹെൽത്തിനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ആക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ ജേർണലിംഗ് എന്നുള്ളത്, എഴുതുന്ന കാര്യം. അപ്പൊ അത് എഴുതണം, എങ്ങനെ എഴുതണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഒരുപാട് ഹെൽപ്പ് ആക്കും എന്ന് പറയുമ്പോൾ നമ്മളെ മൈൻഡിനെ, നമ്മളെ തോട്ട് ഷാർപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് ജേർണലിംഗ് പ്രാക്ടീസ് എന്നുള്ളത്. അപ്പൊ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മളെ മൈൻഡിലേക്ക് കുറച്ചും കൂടി, നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്
നമ്മളെ റീപ്രോഗ്രാമിംഗ് വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത ആളുകളാണെങ്കിൽ അറിയുന്നുണ്ടാവും, നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അറിയുന്നുണ്ടാവും അല്ലെ. നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത്രത്തോളം ആഴത്തിൽ പതിഞ്ഞിട്ട് അവിടെയാണ് നമ്മളെ റീപ്രോഗ്രാമിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അവിടെയാണ് നമ്മുടെ ഇമ്പ്യൂരിറ്റീസ് കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പൊ അവിടെ നിന്നുള്ള നെഗറ്റീവ് പ്രോഗ്രാമുകളാവട്ടെ, നെഗറ്റീവ് ഇമോഷൻസും കാര്യങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ജേർണലിങ് ഒരുപാട് ഹെൽപ്പ് ആക്കും. കാരണം കുറച്ചും കൂടി ഡീപ്പായിട്ട് നമ്മളിൽ വർക്ക് ചെയ്യും. നമ്മളെ ന്യൂറൽ ലെവലിൽ പോയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ജേർണലിംഗ് പ്രാക്ടീസ് എന്നുള്ളത്. അപ്പൊ അതിൽ സിംപ്ലി നമുക്ക് അറിയാവുന്ന ഒരു ജേർണലിംഗ് ആണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്നുള്ളത് അല്ലെ. എല്ലാ ദിവസവും മോർണിംഗിൽ അല്ലെങ്കിൽ നൈറ്റിലൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൂളാണ്, ഡെയിലി നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് അല്ലെ. നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളെ നമ്മൾ എഴുതി വെക്കുക എന്നുള്ളത്. അപ്പൊ എത്രത്തോളം നമ്മൾ ആ അനുഗ്രഹങ്ങളെ കുറിച്ച് എഴുതുന്നുവോ അതിനനുസരിച്ചിട്ട് നമ്മുടെ ന്യൂറൽ വേൾഡിലാവട്ടെ, നമ്മുടെ സെല്ലുലാർ വേൾഡിലാവട്ടെ, നമുക്ക് അകത്ത് നമ്മുടെ എനർജി വേൾഡിലൊക്കെ ഒരുപാട് ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളും കൊണ്ടുവരുത്താൻ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്ങിന് ഹെൽപ്പ് ആക്കും. അപ്പൊ നമുക്കറിയില്ലേ, നമ്മളെ മൈൻഡ് പ്രവർത്തിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷൻ വഴിയാണ്. നമുക്കുള്ളിൽ എന്ത് എനർജി ആണോ നമ്മൾ കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് പുറത്തുള്ള സിറ്റുവേഷൻസ്. അപ്പൊ നമ്മുടെ അകത്ത് എന്താണോ ഉള്ളത് അതിനനുസരിച്ചിട്ടാണ് പുറത്തത്തെ സിറ്റുവേഷൻസ് നമ്മളെങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എത്രത്തോളം നമ്മുടെ ലൈഫിൽ നന്ദി പറയാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ എഴുതുന്നുവോ അതിനനുസരിച്ചിട്ട് നമ്മളെ ന്യൂറൽ വേൾഡിലാവട്ടെ, നമ്മളെ എനർജി വേൾഡിൽ നല്ല ചേഞ്ചസും കാര്യങ്ങളും കൊണ്ടുവന്ന് നമ്മളെ എനർജി മൊത്തത്തിൽ ചേഞ്ചസ് വരും. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മുന്നേ സെഷനിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അല്ലെ. നമ്മളെ മാഗ്നറ്റിക് പവർ കൂട്ടാൻ, നമ്മുടെ അബൻഡൻസും കാര്യങ്ങളും കൂട്ടാൻ വേണ്ടി അത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്നുള്ളത്. അപ്പോ ഡെയിലി നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത്, അത് ലൈഫിൽ ഒരു ഹാബിറ്റ് ആക്കി മാറ്റുന്നത് നമുക്ക് അത്രത്തോളം നമ്മുടെ ലൈഫിനെ എന്താക്കാൻ പറ്റും, ഒരു പോസിറ്റീവ് ആക്കി കൊണ്ടുവരാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പല ടൈപ്പ് ഓഫ് ജേർണലിംഗ് ഉണ്ട്. അതുപോലെ വേറെ ഒന്നാണ് നമ്മുടെ ഫ്യൂച്ചർ ജേർണലിംഗ് എന്നുള്ളത്. ഫ്യൂച്ചർ ജേർണലിംഗ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെയാവണം, അപ്പൊ നമുക്ക് ഒരുപാട് ആളുകൾക്ക് പല എന്തുണ്ടാവും, നമുക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ടാവും, സ്വപ്നങ്ങൾ ഉണ്ടാവും, നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ പലപ്പോഴും നമ്മൾ അതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ ഇതിനൊക്കെ നമ്മൾ എന്താ ചെയ്യണം എന്ന് അറിയാതെ നിൽക്കുന്ന കുറെ ആളുകളുണ്ടാവും. പല ആളുകളും നമ്മളെ കൊണ്ട് ഇതിനൊക്കെ പറ്റുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷെ സ്വപ്നം കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ. വലിയ വലിയ സ്വപ്നങ്ങൾ നമ്മൾ കാണാൻ പഠിക്കണം. ആ വലിയ വലിയ സ്വപ്നങ്ങൾ നമുക്ക് എന്താണ് നമ്മൾ ഫ്യൂച്ചർ ആവേണ്ടത് അത് നമ്മൾ എഴുതി വെക്കാം. അതാണ് ഫ്യൂച്ചർ ജേർണലിംഗ് എന്നുള്ളത്. അപ്പോ ഇത് എഴുതുന്നത് വഴി അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നന്നായിട്ട് പതിയും. അപ്പോ നമ്മളുള്ളിൽ ആ ഒരു എനർജി നമുക്കുള്ളിൽ കയറുന്ന സമയത്ത് ആ ഒരു കാര്യത്തെ അട്രാക്ട് ചെയ്യാൻ, അപ്പൊ നമ്മുടെ സ്വപ്നങ്ങള്, നമുക്ക് നേടിയെടുക്കേണ്ട കാര്യങ്ങളെ സ്ഥിരമായിട്ട് എഴുതുക. അപ്പൊ ഫ്യൂച്ചർ ജേർണലിംഗിൽ നമ്മളെ ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അത് ഇപ്പൊ നിന്നിട്ട് എഴുതുന്ന പോലെയല്ല, നമ്മളെ ഫ്യൂച്ചറിലാണ് ഇപ്പൊ മീൻസ് നമുക്ക് നേടിയെടുക്കേണ്ട കാര്യങ്ങൾ ഓൾറെഡി നേടിയെടുത്ത രൂപത്തിൽ നമ്മൾ എഴുതാം. ഇപ്പൊ നമുക്ക് നല്ലൊരു വീട് വെക്കണം എന്നായിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ എൻ്റെ പുതിയ വീട്ടില് അല്ലെ, നമ്മളെ ഡ്രീം, നമ്മളെ സ്വപ്നത്തിൽ നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന ആ വീട്ടിൽ ഞാൻ ഇന്ന് താമസം മാറി. എന്നിട്ട് ഉള്ള നമ്മളെ വീട് എങ്ങനെയായിരുന്നു, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലെ. ആ വീട്ടിൽ നമ്മൾ എന്തൊക്കെയാണോ ആഗ്രഹിച്ച കാര്യങ്ങളെ അതെല്ലാം ഓരോന്ന് എടുത്തെഴുതുക. അങ്ങനെ നമുക്ക് ഫ്യൂച്ചറിൽ എന്തൊക്കെ നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുവോ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ എഴുതി വെക്കുന്നത്. നമുക്ക് അതിനെ പറയുന്ന പേരാണ് ഫ്യൂച്ചർ ജേർണൽ എന്നുള്ളത്. ഫ്യൂച്ചറിൽ നമുക്ക് ആവേണ്ട കാര്യങ്ങൾ, നേടിയെടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എഴുതുന്നതിനെയാണ് ഫ്യൂച്ചർ ജേർണൽ പറയുന്നത്. ഇത് നമ്മുടെ ഫ്യൂച്ചറിലെ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വേഗത്തിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം ഈ ഫ്യൂച്ചർ ജേർണലിംഗ് എന്നുള്ളത്. കാരണം സബ് കോൺഷ്യസ് മൈൻഡിലെ വേഗത്തിൽ ഈ കാര്യങ്ങൾ വേഗത്തിൽ പതിയും. അപ്പൊ നിങ്ങൾക്ക് നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ എഴുതാം. ആ എഴുതിയ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിച്ചു നോക്കാം. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുന്ന സമയത്ത് പറയാറുണ്ട് നമ്മൾ അത് ഇടയ്ക്കൊന്ന് എടുത്ത് വായിച്ചു നോക്കുക എന്നുള്ളത്. അപ്പൊ അതേപോലെ തന്നെ ഈ ഫ്യൂച്ചർ ജേർണലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തൊന്നിങ്ങനെ വായിച്ചു നോക്കുക. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിച്ചു നോക്കുക. അതേപോലെ തന്നെ വായിച്ചു നോക്കുന്ന അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്നും കൂടി എഴുതുക, റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതുക. അപ്പോൾ അത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ എഴുതുന്നത് വഴി അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുന്നത് വഴി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്ത് ചെയ്യും, അത് പതിയും. ആ ഒരു എനർജി നമുക്ക് അകത്ത് കയറുന്ന സമയത്ത് ഉള്ളിലുള്ള എനർജി എന്തായും, പുറത്തുനിന്ന് കൂടുതൽ നമുക്ക് ആ കാര്യം നേടിയെടുക്കാനുള്ള സാഹചര്യങ്ങളെ, സന്ദർഭങ്ങളെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് വരും എന്നുള്ളതാണ്.
അതിനാണ് നമ്മൾ ഫ്യൂച്ചർ ജേർണലിംഗ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പല ആളുകൾക്കുള്ള പ്രശ്നമാണ്, മുന്നേ കഴിഞ്ഞു പോയിട്ടുള്ള പല കാര്യങ്ങളും നമ്മളെ ഇട്ട് ഹേർട്ട് ചെയ്യും. അതായത് ഒരുപാട് നല്ല മെമ്മറീസും നമുക്കുണ്ടാവും, അതുപോലെ തന്നെ ബാഡ് മെമ്മറീസും ഉണ്ടാവും. അപ്പൊ ഈ നല്ല മെമ്മറീസും എഴുതി വെക്കുന്നത് ഭയങ്കര നല്ലതാണ്. നമ്മൾ ഓരോ ലൈഫിൽ ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യാം, നമ്മളെ ലൈഫിൽ നടന്നിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുക. നമ്മൾ മുന്നേ ലൈഫിൽ കഴിഞ്ഞു പോയ ലൈഫിൽ ഇത്രയും കാലം ജീവിച്ചപ്പോൾ നമ്മൾ ചെറുപ്പം തൊട്ട് ഓർമ്മയിലുള്ള നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാവല്ലോ, നല്ല നല്ല മെമ്മറീസും കാര്യങ്ങളൊക്കെ, അതും എഴുതി വെക്കുന്നത് നമുക്ക് കൂടുതൽ നമ്മുടെ എനർജി റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ആക്കും. നമ്മളിപ്പോ ഒരു ഡൗൺ സ്റ്റേറ്റിലൊക്കെ നിൽക്കുന്ന സമയത്ത്, എനർജി പറ്റ ലോ ആകുന്ന സമയത്തൊക്കെ ഇത്തരത്തിൽ നമുക്ക് ഹാപ്പിനെസ് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതുന്നത് നമുക്ക് കൂടുതൽ നമ്മുടെ എനർജി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ എനർജി ഇംപ്രൂവ് ആവാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ബാഡ് മെമ്മറീസ് ആവുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് വേറൊരു ഡൗട്ട് അല്ലെ. നമ്മൾ നല്ല മെമ്മറീസ് ആണെങ്കിൽ നമ്മൾ എഴുതി സൂക്ഷിക്കാം, ഇത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിച്ച് നോക്കാം, അതൊക്കെ നമുക്ക് നല്ല പോസിറ്റീവ് എനർജി കാര്യങ്ങൾ തരും. പക്ഷെ നമ്മൾ ചില കാര്യങ്ങൾ ഉണ്ടാവും, മരിച്ചാലും മറക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തു വെക്കുന്ന ചില ബാഡ് മെമ്മറീസ്. അപ്പൊ ഈ ബാഡ് മെമ്മറീസ് എടുത്തു വെക്കുന്നത് നമ്മളെ മീൻസ് മൈൻഡിൽ എടുത്തു വെക്കുന്നത് വഴി അത് നമുക്ക് ദോഷം ചെയ്യും. ഗുഡ് മെമ്മറീസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് നല്ല പോസിറ്റീവ് എനർജി കിട്ടും. അതിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പൊ ചില സമയത്ത് ചില സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി കിട്ടും അല്ലെ. നമ്മൾ മുന്നേ ചെറുതിലുള്ള പഴയ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത്, പഴയ ഫ്രണ്ട്സിനെ കാണാൻ പോകുന്ന സമയത്ത്, ഗെറ്റ് ടുഗദർ ഒക്കെ വെക്കുന്ന സമയത്ത് വല്ലാത്ത സന്തോഷമായിരിക്കും. കാരണം ആ സമയത്ത് ഉണ്ടായിരുന്ന നമ്മളെ മൈൻഡ് സെറ്റ്, ആ ഒരു എനർജി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും, റീക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു സമയത്ത് നമുക്ക് വല്ലാത്ത വൈബായിരിക്കും. പക്ഷെ ഇതേപോലെ ബാഡ് മെമ്മറീസ് ഉള്ള കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോ ബാഡ് മെമ്മറീസ് ഉള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് നമ്മുടെ ഉള്ളിൽ നിന്ന് പോകണം എന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യാം, ഇതുപോലെ എഴുതാം. മീൻസ് ആ സമയത്ത് നമുക്ക് എന്താണോ നമ്മളെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന, നമുക്ക് വല്ലാണ്ട് ഹേർട്ട് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ അത് നമ്മൾ എന്ത് ചെയ്യാം, എടുത്ത് എന്താണോ, മീൻസ് ഓരോ വ്യക്തികളാവാം, സാഹചര്യങ്ങളെ കുറിച്ചിട്ടാവാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. നമ്മൾ വേദനിപ്പിച്ചതാവാം, പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കുറ്റബോധം വരും ചില കാര്യങ്ങൾക്ക്. അപ്പൊ നമ്മളെ വേദനിപ്പിച്ചതാവാം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, എടുത്തിട്ട് നമുക്ക് ഫൊഗീവ്നെസ് ജേർണൽ ആക്കിയിട്ട് എഴുതാം. ഫൊഗീവ്നെസ് ജേർണൽ ആക്കിയിട്ട് എഴുതാന്ന് പറയുമ്പോൾ അത് നമ്മളെ നമുക്ക് മറക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് എന്താണോ അപ്പോഴുള്ള ഇമോഷൻസ് കംപ്ലീറ്റ് എടുത്ത് എഴുതാം. ആ ഇമോഷൻസ് അത് നമുക്ക് ബാഡ് ആയിക്കോട്ടെ ഗുഡ് ആയിക്കോട്ടെ, ആ സമയത്ത് ഉണ്ടായിട്ടുള്ള എല്ലാ ഇമോഷൻസും കംപ്ലീറ്റ് പേപ്പറിൽ എഴുതിയിട്ട്, അത് നമ്മൾ ഇപ്പോ നമ്മളെ വേദനിപ്പിച്ച ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ പുറത്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് അത് ആ പേപ്പർ നമുക്ക് കത്തിച്ച് കളയാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ വേദനിപ്പിച്ചതാണെന്നുണ്ടെങ്കിൽ അവരോട് സോറി ചോദിക്കും. അപ്പൊ പല ആളുകൾക്കും നേരിട്ട് പോയിട്ട് നമുക്ക് സോറി ചോദിക്കാൻ ഒരു മടിയായിരിക്കും. അപ്പൊ അതിന് പകരം എന്ത് ചെയ്യാം, അവരെ മനസ്സിൽ കണ്ടിട്ട് അവര് നമ്മളെ മുന്നിൽ ഉണ്ട് എന്നുള്ള രൂപത്തിൽ നിങ്ങളെ പേപ്പറിൽ എഴുതിയിട്ട് നമുക്ക് അത് എടുത്തിട്ട് കത്തിച്ച് കളയാം. അപ്പൊ ഈ ബാഡ് മെമ്മറീസ് എഴുതുന്ന സമയത്ത് അത് നമ്മൾ എടുത്ത് സൂക്ഷിക്കാൻ പാടില്ല, അത് വേഗത്തിൽ എന്ത് ചെയ്യണം, കത്തിച്ച് കളയണം. ആ കത്തിച്ച് കളയുന്ന സമയത്ത് ആ ഒരു ഇമോഷൻ കംപ്ലീറ്റ്, ആ നെഗറ്റീവ് ഇമോഷൻസ് കംപ്ലീറ്റ്ലി നമ്മളെ ശരീരത്തിൽ നിന്ന് പോകുന്നതും നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് വേഗത്തിൽ പോകും. മീൻസ് അത് കത്തിച്ച് കളയുന്ന സമയത്ത്, അല്ലാന്നുണ്ടെങ്കിൽ ആ പേപ്പർ കീറി കളയുന്ന സമയത്തൊക്കെ. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് നമ്മളെ അലട്ടുന്ന എന്തെങ്കിലും പ്രശ്നം, ആരെങ്കിലും കുറിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെന്ത് ചെയ്യാം, പേപ്പറിൽ എഴുതിയിട്ട് ഇങ്ങനെ ഒഴിവാക്കാം. നല്ല കാര്യങ്ങൾ എഴുതിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ, മീൻസ് പേപ്പറും കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല, അത് നമ്മൾ അടുത്ത് കീപ്പ് ചെയ്യാം. കാരണം അതിൽ കംപ്ലീറ്റ്ലി പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. പോസിറ്റീവ് ഇമോഷൻസ് ആയിരിക്കും അതിനുണ്ടാവുക. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് എനർജി ആയിരിക്കും. ഇപ്പൊ നമ്മൾ എഴുതിയ പേപ്പറിന് വരെ എന്തുണ്ട്, എനർജി ഉണ്ട്. എവറിത്തിങ് ഈസ് എനർജിയാണ്, നമുക്ക് ചുറ്റുള്ള എല്ലാം എനർജിയാണ്. അപ്പൊ നമ്മള് അല്ലെ, നമുക്ക് ചില ഇപ്പോ ഹോളി പ്ലേസിലൊക്കെ പോകുന്ന സമയത്ത് ഫീൽ ചെയ്യും, നമുക്ക് വല്ലാത്തൊരു എനർജി ഫീൽ ചെയ്യും അവിടെ ചെല്ലുമ്പോത്തിന് തന്നെ അല്ലെ. പോകുമ്പോത്തിന് വല്ലാത്തൊരു എനർജി ഫീൽ ചെയ്യും. ചില ആളുകളുടെ അടുത്ത് നമുക്ക് വല്ലാത്ത എനർജി ഫീൽ ചെയ്യും. നമുക്ക് ഹോളി ബുക്കുകൾ, ഖുറാൻ ആവട്ടെ, ബൈബിൾ ആവട്ടെ, ഗീത ആവട്ടെ, ഇതൊക്കെ നമ്മൾ കയ്യിൽ എടുക്കുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു എനർജി ആയിരിക്കും അല്ലെ, വല്ലാത്തൊരു എനർജി ഫീൽ ചെയ്യും. അത് റീഡ് ചെയ്യുന്ന സമയത്ത് വല്ലാത്ത എനർജി ഫീൽ ചെയ്യും. ബിക്കോസ് ഈ ഹോളി ബുക്സ് ഒക്കെ പറഞ്ഞാൽ മെസ്സേജ് ഫ്രം ഗോഡ് ആണ്. അതിന് അത്രത്തോളം നല്ല ഹൈ എനർജി ഉള്ള അല്ലെ, എഴുതി വെച്ചതാണെങ്കിലും ആ എഴുതിയ ഓരോ വാക്കിന് എന്തുണ്ട്, എനർജി ഉണ്ട്. ആ എനർജി പിന്നെ നമ്മൾ കൂടെ സൂക്ഷിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു എനർജി നമ്മൾ എന്ത് ചെയ്യും, പ്രൊട്ടക്ട് ചെയ്യും.
ഈ നെഗറ്റീവ് എനർജീസിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യും, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ എഴുതിയിരുന്ന ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ആവട്ടെ, നമ്മളെ മെമ്മറി ജേണൽ ആവട്ടെ, അതേപോലെ ഫ്യൂച്ചർ ജേണൽ ആവട്ടെ, ഈ നമ്മളെ ഫ്യൂച്ചറിൽ നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എഴുതുന്നതാവട്ടെ, ഇതൊക്കെ നമ്മളെ എന്ത് ചെയ്യും, നന്നായിട്ട് ആ എഴുതിയ സാധനം നമ്മൾ കൂടെ കീപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പോസിറ്റീവ് എനർജി നമ്മൾ കീപ്പ് ചെയ്യാണ്. നമ്മളെ റൂമിലാവട്ടെ, നമ്മളെ ഷെൽഫിലൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു പോസിറ്റീവ് എനർജി അവിടെ മൊത്തം സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യത്തിന്, അല്ലെ? ഖുർആൻ വെക്കുന്ന പോലെ, മീൻസ് ഈ ഹോളി ബുക്സ് നമ്മൾക്ക് സൂക്ഷിക്കുന്ന പോലെ തന്നെ ഈ കാര്യങ്ങളിലും എന്തുണ്ട്, ആ ഓരോ പേപ്പറിലും ആ ഒരു എനർജി ഉണ്ട്. ആ എനർജി നമുക്ക് നല്ല രീതിയിൽ എഫക്ട് ചെയ്യും, നല്ല എനർജി. അപ്പൊ ബാഡ് ഇമോഷൻസും കാര്യങ്ങളും ആണ് നമ്മൾ അവിടെ എഴുതിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അത് വേഗത്തിൽ കത്തിച്ച് കളയാൻ പറയുന്നതിന്റെ കാരണം അതാണ്. അവിടെ ബാഡ് ആ എനർജി, നെഗറ്റീവ് എനർജി ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഈ നെഗറ്റീവ് എനർജി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് വേഗം കത്തിച്ച് കളയാൻ പറയുന്നത്. അപ്പൊ ഈ പോസിറ്റീവ് എനർജി നമ്മൾ എത്രത്തോളം ഇപ്പോ നമ്മളെ മാജിക് പ്രാക്ടീസിലുള്ള മാജിക് സ്റ്റോണിന്റെ പ്രാക്ടീസിങ് നമ്മൾ പറയലുണ്ട്, അല്ലെ? മാജിക് സ്റ്റോൺ ആണെന്നുണ്ടെങ്കിൽ അല്ലെ, നമ്മൾ ഡെയിലി നൈറ്റ് ആ സ്റ്റോൺ കയ്യിൽ പിടിച്ചിട്ട് നമ്മൾ അത്രത്തോളം ഓരോ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുന്ന സമയത്ത് ആ സ്റ്റോണിന് നമ്മൾ എനർജി പാസ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഈ ഡെയിലി ദിക്റുകളൊക്കെ ചൊല്ലുന്ന ജപമാല, അതുപോലെ ദിക്റ് ചൊല്ലുന്ന മാലകള്, കൗണ്ടർ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കയ്യിൽ പിടിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യാം. അത് വേറെ തന്നെ ഒരു എനർജി നമുക്ക് കൊണ്ടുതരും. ആക്ച്വലി നമ്മൾ അത് അവിടെ എന്താണ്, സ്ഥിരമായി അത് കയ്യിൽ പിടിക്കുന്ന സമയത്താണ് നമ്മളിലൂടെ ഓൾവേസ് എനർജി ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ എനർജിയാണ് ആ കല്ലിലേക്ക് നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ മാലയിലേക്കാവട്ടെ, അത് കൗണ്ടറിലേക്കൊക്കെ നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അതൊക്കെ പിടിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നത്, ഒരു എനർജി, പോസിറ്റീവ് എനർജി കാര്യങ്ങൾ കിട്ടുന്നത്. അപ്പൊ അതുപോലെ തന്നെ പേപ്പറിൽ ഇപ്പൊ ചില റിലീജിയസ് പ്രാക്ടീസ് ഒക്കെ ചില ആളുകളുടെ ഓരോ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലെ? നമ്മൾ എഴുതിയിട്ട് സൂക്ഷിക്കും. നമ്മൾ വീട്ടിലാവട്ടെ അല്ലെങ്കിൽ ശരീരത്തിലൊക്കെ എഴുതി സൂക്ഷിക്കുന്നതിന്റെ കാരണം ആ എനർജിയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, സൂക്ഷിക്കുന്നത്. ആക്ച്വലി ആ എനർജി കാര്യങ്ങൾ ആ പേപ്പറിൽ എഴുതിയിട്ട് നമ്മൾ സൂക്ഷിക്കുന്നത് വഴി എനർജിയാണ് അവിടെ നമ്മളെ ആ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഈ ജേർണലിങ് നമ്മളെ ബ്രെയിനിന്റെ ഫങ്ഷൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ വല്ലാണ്ട് ഹെൽപ്പ് ചെയ്യും. ബ്രെയിൻ ഫങ്ഷൻസ് ഇംപ്രൂവ് ചെയ്യും. അതേപോലെ തന്നെ നല്ല മെന്റൽ ക്ലാരിറ്റി, മെന്റൽ തോട്ട്സും കാര്യങ്ങളൊക്കെ, ഈ അൺവാണ്ടഡ് തോട്ട്സും കാര്യങ്ങളൊക്കെ അതുവഴി തന്നെ പോകും. ഇനിയിപ്പോ ഒന്നും വേണ്ട, ഈ മെമ്മറി ജേർണലും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലും ഇതേപോലെ ഫോർഗിവ്നെസ് ജേർണലും ഒന്നുമല്ല, വെറുതെ ഇരിക്കുന്ന സമയത്ത് ഡെയിലി വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്താണോ മൈൻഡിൽ തോന്നുന്നത് അത് ജസ്റ്റ് വെറുതെ എഴുതി കൊടുത്താൽ തന്നെ മതി. മൈൻഡ് ഭയങ്കര ക്ലിയർ ആവുന്നതായിട്ട് ഫീൽ ചെയ്യും. മീൻസ് മൈൻഡിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഇങ്ങനെ പോകുന്നതായിട്ട് ഫീൽ ചെയ്യും. കാരണം നമുക്ക് അകത്തുള്ള മീൻസ് ഉള്ളിലുള്ള ഇമോഷൻസ് കാര്യങ്ങളൊക്കെ പെന്നിൽ നമ്മളിങ്ങനെ പേപ്പറിൽ എഴുതുന്ന സമയത്ത് ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോകുന്നതായിട്ട് കാണും. പിന്നെ റൈറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫ്രീ ഫീൽ ആയിരിക്കും, നല്ല മൈൻഡ് ഭയങ്കര ക്ലിയർ ആയി നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പൊ ഡെയിലി ജേർണലിംഗ് പ്രാക്ടീസ് ചെയ്യാൻ, അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ആവട്ടെ, മീൻസ് ഫോർഗിവ്നെസ് ജേർണലൊക്കെ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കും. നമ്മുടെ ഫ്യൂച്ചർ ജേർണല്, അതേപോലെ തന്നെ ഫ്യൂച്ചറിൽ നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് എഴുതുക. അതേപോലെ തന്നെ ഇപ്പോ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് നിൽക്കുകയാണ് ഒരുപാട്, അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ഭയങ്കര ഒരു പ്രശ്നമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. നമ്മൾ വേണ്ടാണ്ട് എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടിയിട്ട് ഇങ്ങനെ വല്ലാണ്ട് നമുക്ക് ചില സമയത്തുണ്ട് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. റൈറ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ മൈൻഡിന്റെ ക്ലാരിറ്റി ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പെടുന്ന സമയത്ത് ആ പ്രശ്നത്തിന് നല്ലൊരു സൊല്യൂഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മൈൻഡിന്റെ ക്ലാരിറ്റി ഇമ്പോർട്ടന്റ് ആണ്. കാരണം മൈൻഡ് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടും. ആ മീൻസ് എടുത്ത് ചാടി തീരുമാനങ്ങൾ എടുക്കും, എന്നിട്ട് ലാസ്റ്റ് എന്താവും, അത് ഫ്ലോപ്പ് ആവും, എന്നിട്ട് അതിൽ പിന്നെ റിഗ്രറ്റ് അടിച്ച് നിൽക്കും. അപ്പൊ ഈ മൈൻഡ് എപ്പോഴും ക്ലീൻ ആൻഡ് ക്ലിയർ ആയി ഷാർപ്പായി കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ ഒരു ജേർണലിങ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, എന്താണോ തോന്നുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആയി നിൽക്കുന്ന സമയത്ത് നമ്മള് ഈ എന്താണോ അപ്പൊ തോന്നുന്ന ഫീല് എന്തെങ്കിലുമൊക്കെ ഉള്ളിൽ കൊണ്ട് വെച്ചിട്ടാവുമല്ലോ നമുക്ക് ഈ ആ സ്ട്രെസ് ആണെങ്കിലും ഈ ഓവർ തിങ്ക് ചെയ്യുന്നതൊക്കെ ഉണ്ടാവാം. എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് ആലോചിച്ചായിരിക്കും നമ്മൾ എവിടെയെങ്കിലും ഒക്കെ എത്തിയിട്ടുണ്ടാവുക. അതാണ് ഈ സ്ട്രെസ്സിലേക്കും ആങ്സൈറ്റിയിലേക്കും അതേപോലെ ഡിപ്രഷനിലേക്കും ഒക്കെ ലീഡ് ചെയ്യുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് അപ്പൊ എന്താണോ ഫീൽ ചെയ്യുന്നത് അത്രയും നമ്മൾ ഡിസ്റ്റർബ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് പെന്നും പേപ്പറും എടുക്കുക, എന്താണോ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് എഴുതുക.
മൈൻഡിൽ ഉള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് പുറത്ത് ഒഴുക്കുന്ന ഒരു ഫീൽ ആയിരിക്കും ഉണ്ടാവുക എഴുതുന്ന സമയത്ത്. തോന്നുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് അങ്ങ് എഴുതി കഴിയുന്ന സമയത്ത് നമുക്ക് മൈൻഡ് ഭയങ്കര ക്ലാരിറ്റി കിട്ടും. കാരണം ബ്രെയിൻ ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യും. നമ്മളെ തോട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യും, നല്ലൊന്ന് അടങ്ങി ഒതുങ്ങി, വേണ്ടാത്ത തോട്ടും കാര്യങ്ങളൊക്കെ അതിലൂടെ പോയിട്ടുണ്ടാവും. പിന്നെ തോട്ട്സും കാര്യങ്ങളൊക്കെ, പോസിറ്റീവ് തോട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് നല്ല ഒതുങ്ങി മൈൻഡ് ഭയങ്കര കാമാൻ കൂളാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. ആ കാമാൻ കൂളായി നിന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം, ലൈഫിൽ എന്ത് തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്തും ഈ മൈൻഡ് കാമാൻ കൂളായി ഈ നിൽക്കുന്ന സമയത്ത് മാത്രം എടുക്കാൻ പാടുള്ളൂ. അപ്പൊ അല്ലാത്ത സമയത്താണ് നമുക്ക് എന്നിട്ട് നമ്മൾ റിഗ്രറ്റ് ചെയ്യും, ഷോ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല. എടുത്തു ചാടി തീരുമാനം എടുക്കുന്ന സമയത്താണ്, മൈൻഡ് അത്രയും ഓക്കെ അല്ലാത്ത സമയത്ത് നമ്മൾ ഈ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്താണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ പേപ്പർ കത്തിക്കണോ മീൻസ് ഇപ്പൊ ഈ സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി ഇങ്ങനത്തെ സമയത്തൊക്കെ ഇരുന്ന് എഴുതുന്ന പേപ്പർ ആണെങ്കിൽ ആ പേപ്പർ കത്തിക്കണം. ഞാൻ പറഞ്ഞില്ല, നെഗറ്റീവ് ഇമോഷൻസ് ഉള്ള പേപ്പർ ആണെന്നുണ്ടെങ്കിൽ ആ പേപ്പർ പിന്നെ കൊണ്ടുവെക്കരുത്. നല്ല നല്ല കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും സെലിബ്രേറ്റ് ചെയ്യാണ്, നമുക്ക് ഭയങ്കര വല്ലാത്ത സന്തോഷം തോന്നി, നമുക്ക് എന്ത് ചെയ്യണം എന്നല്ല, അത് എഴുതി വെക്കാം. അത് എഴുതി വെക്കുന്ന സമയത്ത് ആ ഹാപ്പിനെസ് കാര്യങ്ങൾ, പോസിറ്റീവ് എനർജി നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് അവിടെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, അവിടെയുള്ള നെഗറ്റീവ് കാര്യങ്ങളെ ഹീൽ ചെയ്യും. അപ്പോ നമ്മളെ ക്രിയേറ്റർ പറഞ്ഞ പോലെ ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഐ വിൽ ഗിവ് യു മോർ. നിങ്ങൾ എത്രത്തോളം നന്ദിയുള്ളവരാണ് അത്രത്തോളം ഞാൻ നന്ദി പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തരും. ആക്ച്വലി ലോ ഓഫ് അട്രാക്ഷൻ ആണ് അവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഉള്ളിലുള്ള എനർജി, നിങ്ങൾ നിങ്ങളുടെ അകം നന്നാക്കിയാൽ നിങ്ങളെ പുറം ഞാൻ നന്നാക്കി തരും. ഉള്ളു നമ്മൾ ക്ലിയർ ആക്കുന്നിടത്തോളം നമ്മളെ പുറത്തെ കണ്ടീഷൻസ് മാറാൻ തുടങ്ങും. അപ്പൊ ഉള്ളല്ല അത്രത്തോളം എന്ത് ചെയ്യാം, ക്ലിയർ ആക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് ഈ ജേർണലിംഗ് എന്നുള്ളത്. നമ്മളെ ഇന്നർ പീസിന് വേണ്ടിയിട്ട്, ഇന്നർ വേൾഡില് പീസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ജേർണലിംഗ് പ്രാക്ടീസ് എന്നുള്ളത്. അപ്പോൾ പെട്ടെന്നുള്ള ഈ നമുക്ക് നന്നായിട്ട് റിലാക്സേഷനും കാര്യങ്ങളും കിട്ടുന്ന ഒരു കാര്യമാണ് ഈ ജേർണലിംഗ് എന്നുള്ളത്. അപ്പൊ വല്ലാണ്ട് ഡിസ്റ്റർബ് ആയി നിൽക്കുന്ന സമയത്ത്, വല്ലാണ്ട് അടുങ്ങറായി നിൽക്കുന്ന സമയത്ത്, ബുദ്ധിമുട്ടുന്ന സമയത്ത്, മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്ന സമയത്ത് നമുക്ക് ഈ ജേർണലിംഗ് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാത്ത രൂപത്തിൽ നിൽക്കുന്ന സമയത്ത് ആ പ്രശ്നങ്ങൾ എന്താണോ നമ്മളെ മുന്നിൽ നിൽക്കുന്ന ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ അതേപോലെ എഴുതാം. അതുപോലെ എഴുതിയിട്ട് നമുക്ക് നമ്മളെ മൈൻഡിനോട് തന്നെ ചോദിക്കാം, ഇതിന് ഞാൻ എന്ത് തീരുമാനം എടുക്കണം എന്ന് പേപ്പറിൽ എഴുതാം. അപ്പൊ ആ സമയത്ത് ആ ക്വസ്റ്റ്യൻ എന്താണോ, ആ പ്രോബ്ലം എന്താണോ, ആ പ്രോബ്ലം ഡയറക്റ്റ് ഉള്ളിൽ ചെന്ന് നമ്മളെ മൈൻഡ് അതിന് ക്ലിയർ കട്ട് ക്ലാരിറ്റി തരും. അതായത് ആ പ്രശ്നം എന്താണോ, നമ്മൾ ബുദ്ധിമുട്ടി നിൽക്കുന്ന പ്രശ്നം എന്താണോ, എന്ത് കാര്യമാണോ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നത്, ആ കാര്യം നമ്മൾ എഴുതിയിട്ട് പിന്നെ വരുന്ന തോട്ട് എന്താണോ അത് കംപ്ലീറ്റ് പേപ്പറിൽ എഴുതുന്ന സമയത്ത് നമുക്കുള്ള ആൻസറും കൂടി അതിലുണ്ടാവും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മീൻസ് ഡെയിലി ഈ ജേർണലിംഗ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന പോലെ, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന പോലെ, ഇതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ഒരു ജേർണലിംഗ്, അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ എഴുതണം എന്ന് തന്നെ പറയാനുള്ള കാരണം. അപ്പൊ ആ പോസിറ്റീവ് എനർജി അത്രത്തോളം ആഴത്തിൽ പോയിട്ട് നമ്മൾ റീപ്രോഗ്രാമിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇത് ന്യൂറൽ, ഈ എഴുതുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ന്യൂറൽ ലെവലിൽ ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളും വരുത്തും. കാരണം ന്യൂറൽ വേൾഡ് ആണ് നമുക്ക് നമ്മളെ ഇപ്പൊ ലീഡ് ചെയ്ത്, മീൻസ് ഒരുപാട് കാലം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആ പ്രശ്നങ്ങൾ എന്താണ്, ആ പ്രശ്നങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ന്യൂറൽ വേൾഡ് ആണ് ഇപ്പൊ നമ്മളെ അകത്തുള്ളത്. ന്യൂറോൺസിന്റെ ന്യൂറൽ പാത്വേ ആണ് നമുക്ക് അകത്തുള്ളത്. അപ്പൊ ആ പ്രശ്നത്തിന്റെ പാത്വേ പൊട്ടിയിട്ട് പുതിയ ന്യൂറോൺസ് ഉണ്ടായി വരണം. പുതിയ പാത്വേ, പുതിയ ഗ്രാറ്റിറ്റ്യൂഡിന്റെ പാത്വേ, അല്ലെങ്കിൽ നല്ല ഈസി ലൈഫിന്റെ, നല്ല മൈൻഡ്ഫുൾ ആയിട്ടുള്ള ലൈഫിന്റെ പാത്വേ ഉണ്ടായി വരണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ടൈം നമ്മൾ കൊടുക്കണം, അല്ലെ? അപ്പൊ അതിനാണ് നമ്മൾ 90 ഡേയ്സ് ചെയ്യണം, അല്ലെങ്കിൽ 100 ഡേയ്സ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം എന്ന് പറയാനുള്ള കാരണം ആ പാത്വേ ക്രിയേറ്റ് ചെയ്യാനാ. അപ്പൊ ചില ആളുകൾക്ക് ഉണ്ടാവും, കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്യും, നല്ല റിസൾട്ട് കിട്ടും, പിന്നെ അവിടെ നിർത്തും. നിർത്തിയ സമയത്ത് പിന്നെയും വരും, ഇത് പഴയ പോലെ തന്നെ ആയല്ലോ എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി എന്താ കാരണം, ന്യൂറൽ പാത്വേ ആക്ച്വലി ബ്രേക്ക് ആവാനായിട്ടുണ്ടാവും. അപ്പോഴാണ് നമുക്ക് നല്ല നല്ല റിസൾട്ടും കാര്യങ്ങളും കിട്ടുക. അവിടെ നമ്മൾ നിർത്തുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ ന്യൂറൽ പാത്വേ ബ്രേക്ക് ആയി പോയിട്ടുണ്ടല്ലോ, അവിടെ തന്നെ ഉണ്ടാവും. അത് വീണ്ടും സ്ട്രോങ് ആവാൻ തുടങ്ങും. സ്ട്രോങ് ആയിട്ട് പിന്നെയും പഴയ അവസ്ഥയിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ടാണ് ഈ മോട്ടിവേഷൻ ക്ലാസ്സും ട്രാൻസ്ഫോർമേഷൻ കോഴ്സും തമ്മിലുള്ള, ട്രാൻസ്ഫോർമേഷൻ ക്ലാസ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ നമ്മൾ 100 ഡേയ്സ് എന്ന് പറയുമ്പോൾ 100 ഡേയ്സ് കൃത്യമായിട്ട് ചെയ്യുമ്പോഴേ ഈ ന്യൂറൽ പാത്വേ എന്ത് വരുള്ളൂ, മാറ്റം വരുള്ളൂ. അപ്പൊ ഈ റൈറ്റിംഗ്, ഇപ്പൊ അഫർമേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് എഴുതണം എന്ന് പറയാനുള്ളതിന്റെ കാരണം, അല്ലെ? നമ്മൾ ഹെൽത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ ആം വെരി ഹെൽത്തി, ഞാൻ ഭയങ്കര ആരോഗ്യവാനാണ് എന്നുള്ളത് നമ്മൾ എഴുതി റിപ്പീറ്റഡ് ആയിട്ട് എഴുതണം എന്ന് പറയാനുള്ള കാരണം ഈ ന്യൂറൽ പാത്വേ ക്രിയേറ്റ് ചെയ്യാനാണ്.
കാരണം നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മളെ ന്യൂറൽ ലെവലിൽ ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളും ഉണ്ടാവുന്നുണ്ട്. പറഞ്ഞല്ലോ, നമ്മളെ ബ്രെയിൻ ഫങ്ഷൻ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, നമ്മളെ ഇന്നർ പീസിന് വേണ്ടിയിട്ട് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോ ജേർണലിംഗ് എന്ത് ചെയ്യാ, ഇന്ന് തൊട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. അത് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്. ഇനിയിപ്പോ വല്ലാണ്ട് ഡിസ്റ്റർബ് ആയി നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യാ, ഈ ജേർണലിംഗ് നിങ്ങൾക്ക് ഒരു ടൂളാക്കി മാറ്റാം. ആ സമയത്ത് ഞാൻ പറയലുണ്ട്, വല്ലാണ്ട് നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഒരിക്കലും മെഡിറ്റേഷനും കാര്യങ്ങളും ചെയ്യരുത് എന്നുള്ളത്. നല്ല റിലാക്സ് ചെയ്തിട്ട് വേണം മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പൊ ഈ സമയത്ത് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ ജേർണലിംഗ് യൂസ് ചെയ്യാം, അല്ലാണ്ട് തോട്ടും കാര്യങ്ങളൊക്കെ നമ്മളെ ഡിസ്റ്റർബ് ആക്കുന്ന സമയത്ത്. അപ്പൊ ഡെയിലി നമ്മുടെ ലൈഫ് ഒന്ന് എന്ത് ചെയ്യാം, ദിവസവും നമ്മളെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുന്നത് ഭയങ്കര നല്ല കാര്യമാണ്. മീൻസ് അതിൽ നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യാം, നല്ല അതിനു വേണ്ടിയിട്ട് ഒരു ബുക്ക് കീപ്പ് ചെയ്യാം. നമ്മളെ ലൈഫിൽ സന്തോഷിക്കുന്ന നിമിഷങ്ങൾ, നമുക്ക് സന്തോഷം നൽകിയ നിമിഷങ്ങൾ തരുന്ന ആ നിമിഷങ്ങൾ എഴുതി വെക്കാന്, നമ്മളെ അനുഗ്രഹങ്ങൾ എഴുതി വെക്കാന്, ഇതിനൊക്കെ വേണ്ടിയിട്ട് തന്നെ ഒരു ബുക്ക് കീപ്പ് ചെയ്യാം. അല്ലാത്ത ബാഡ് മെമ്മറീസ് ആവട്ടെ, ബാഡ് ഇമോഷൻസും കാര്യങ്ങളും, ഇപ്പൊ ചില എല്ലാ ദിവസവും നമുക്ക് നല്ല ദിവസം ആയിക്കൊള്ളണമെന്നില്ല. ചില ദിവസങ്ങളിൽ എന്തെങ്കിലും വേണ്ട മീൻസ് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്ന് തന്നെ അത് എഴുതിയിട്ട് അത് അങ്ങ് കളയാം. എന്നാ പിന്നെ അത് കുറെ കാലം നിൽക്കൂല. അപ്പൊ നമ്മൾ ഈ എഴുതുന്നത് വഴി നമുക്ക് നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിലുള്ള കാര്യങ്ങൾ ലോങ് ടേം മെമ്മറിയിലേക്ക് പോകും. നമുക്ക് 2 ടൈപ്സ് ഓഫ് മെമ്മറി ഉണ്ട്, ലോങ് ടേം മെമ്മറി ഉണ്ട്, ഷോർട്ട് ടേം മെമ്മറി ഉണ്ട്. അപ്പൊ ഈ ഷോർട്ട് ടേം മെമ്മറിയിലുള്ള കാര്യങ്ങൾ ലോങ് ടേം മെമ്മറിയിലേക്ക് പോകുന്ന സമയത്ത്, അവിടേക്ക് പോകുന്ന സമയത്ത് ഈ ഗ്രാറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് എഴുതുന്ന സമയത്ത്, മീൻസ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന, നമുക്ക് ഇഷ്ടപ്പെടുന്ന മൊമെന്റ്സ്, നമ്മൾ സന്തോഷിക്കുന്ന നിമിഷങ്ങൾ സ്ഥിരമായിട്ട് എഴുതുന്ന സമയത്ത് ആ സന്തോഷത്തിന്റെ ആ ഒരു ഇമോഷൻ, ഹാപ്പിനെസിന്റെ ആ ഒരു ഇമോഷന്, ആ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ആ ഒരു ഫീലും കാര്യങ്ങൾ, ആ ഇമോഷൻ, ആ വൈബ്രേഷന് കാര്യങ്ങൾ ലോങ് ടേം മെമ്മറിയിലേക്ക് പോവുകയും അത് നമുക്ക് ദീർഘകാലം ആ ഒരു എനർജി കാര്യങ്ങൾ നമ്മളിൽ കൊണ്ടു നടക്കാൻ നമ്മളെ സഹായിക്കും. ഇനി നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ, മീൻസ് കുറേ കാലമായിട്ട് നമ്മൾ ഇങ്ങനെ കൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ, നമ്മളെ വേദനിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതുന്ന സമയത്ത് അത് ലോങ് ടേം മെമ്മറിയിലായിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ എഴുതുന്ന സമയത്ത് ആ ലോങ് ടേം മെമ്മറിയിൽ നിന്ന് അത് എന്ത് ചെയ്യും, ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് പോകും. ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് പോയിട്ട് ഒരുപാട് കാലം നമ്മൾ ഉള്ളിലെടുത്ത് വെച്ച കാര്യങ്ങൾ അത് എഴുതുന്ന സമയത്ത് ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് പോകും. ആ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് അത് പിന്നെ എന്ത് ചെയ്യും, ഒഴിവായി പോകും, മീൻസ് വേഗം റിലീസ് ചെയ്ത് പോകും. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ജേർണലിംഗ് പ്രാക്ടീസ് ചെയ്യാം. അപ്പോ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എഴുതാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ തന്നെ ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ നമ്മളൊരു ജേർണൽ രൂപത്തിലാക്കിയിട്ട് നമ്മൾ ഇത്തരത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നമ്മളെ മൈൻഡിന് ഭയങ്കര ക്ലാരിറ്റി കിട്ടും. നമ്മളെ മെഡിറ്റേഷനും അതേപോലെ തന്നെ അഫർമേഷൻ പ്രാക്ടീസും ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഈ ജേർണലിംഗ് പ്രാക്ടീസും നമ്മളെ മൈൻഡിലെ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാനും ഈ മൈൻഡിനെ ക്ലിയർ ആക്കി നിർത്താൻ, മീൻസ് ക്ലാരിറ്റിയോട് കൂടി ആ മെന്റൽ ക്ലാരിറ്റി നിലനിർത്താൻ, നമ്മളെ തോട്ടിനെ ഷാർപ്പൺ ചെയ്യാൻ, ആ തോട്ടിനെ നമുക്ക് വേണ്ട രീതിയിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അതേപോലെ തന്നെ ഫ്യൂച്ചർ ജേർണലും, ഫ്യൂച്ചറിൽ എങ്ങനെ ആവണം നമ്മുടെ ലൈഫ് എങ്ങനെ ആവണം എന്നുള്ളതും സ്ഥിരമായിട്ട് എഴുതുന്നത് വഴി നമ്മുടെ ഫോക്കസ് കംപ്ലീറ്റ്ലി എവിടേക്ക് പോകും, ആ ഫ്യൂച്ചറിൽ നമുക്ക് എന്ത് വേണം എന്നുള്ളതിലേക്ക് പോകും. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്താ, അല്ലെ, ഞാൻ ഇന്ന സ്ഥലത്ത് അല്ലെ ഇന്നത് പോയി പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എന്റെ കുട്ടി എന്തേക്കാരാവല്ലേ, ഇന്ന ദൂരത്ത് പോയിട്ട് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെ അവിടെ ഹോസ്റ്റലിൽ പോയിട്ടുണ്ടോ, അവിടെ നിൽക്കുന്ന സമയത്ത് അവിടെ എന്തായിരിക്കും ഉണ്ടാവും, അവിടെ അങ്ങനത്തെ കുട്ടികൾ അല്ലെ ചീത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട്, നമ്മൾ അങ്ങനെയല്ലേ ചിന്തിക്കല്ലേ, നല്ലത് ചിന്തിക്കൂലോ. ആ കുട്ടി എങ്ങാനും നല്ല കൂട്ടുകെട്ടിൽ പെട്ട് കുട്ടിക്ക് അത്രയും നല്ല സ്വഭാവവും കാര്യങ്ങളും കിട്ടുന്നത് നമ്മൾ ആലോചിക്കൂല. എന്ത് കാര്യം നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ആലോചിക്കല്, നേരെ തിരിച്ചാലോചിക്കല് അല്ലെ, അതെങ്ങാനും ഇങ്ങനെ നടന്നാലോ, വണ്ടിയിൽ പോകുന്ന സമയത്ത് ഇനിയിപ്പോ എങ്ങാനും പോകുമ്പോ ഇങ്ങനെ എങ്ങാനും സംഭവിക്കില്ല, നേരെ നെഗറ്റീവാ നമ്മൾ ചിന്തിക്കല്. ഇപ്പൊ എന്ത് നോക്കുകയാണെങ്കിലും, ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ എന്ത് ഫോൾട്ടാ വരുന്നെന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കും. പലപ്പോഴും എല്ലാവർക്കും അത് മനുഷ്യ സഹജമാണ് ഈ ഒരു കാര്യം എന്നുള്ളത്. നമ്മള് എന്തൊക്കെ നെഗറ്റീവ്സിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുള്ളൂ, അതിന് പകരം നമുക്ക് പോസിറ്റീവിനെ കുറിച്ചിട്ട് നമ്മളെ തോട്ടിന്റെ ഫോക്കസ് മാറ്റാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും ഈ ഫ്യൂച്ചർ ജേർണൽ എന്നുള്ളത്. നമ്മളെ ഫ്യൂച്ചറിൽ നമ്മൾ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് സ്ഥിരമായിട്ട് എഴുതുമ്പോൾ നമ്മുടെ ഫോക്കസ് എവിടേക്ക് പോകും, അത് നമ്മളെ സ്വപ്നങ്ങളിലേക്ക്, നമ്മളെ ഡ്രീംസിലേക്ക് നമ്മളെ എനർജീനെ ഒഴുക്കി വിടാനും അതുവഴി നമുക്ക് ഫ്യൂച്ചറിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് നേടിയെടുക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും.
അപ്പോൾ സ്ഥിരമായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മീൻസ് അങ്ങനെ ഒന്നുമില്ലെങ്കിൽ ഫ്യൂച്ചർ ജേർണൽ എഴുതിയിട്ട് ഡെയിലി വായിക്കെങ്കിലും ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് അത് എന്ത് ചെയ്യാം, എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. മീൻസ് ലൈഫ് എങ്ങനെയാണെന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് എഴുതുക. എന്നും എഴുതുന്നതിന് പകരം ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ എഴുതാം, ഡെയിലി അത് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ നമ്മളെ മൈൻഡിനെ നമുക്ക് എന്തേക്കാം, ക്ലിയർ ആക്കാം. നമ്മള് ശരീരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് അല്ലെ നല്ല ഭക്ഷണം കഴിക്കും, നല്ല എക്സസൈസ് യോഗ ഒക്കെ ചെയ്ത് നമ്മളെ ശരീരം നല്ല മേക്കപ്പ് ഇട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സുന്ദരിമാരും സുന്ദരന്മാരും ഒക്കെ ആക്കി നമ്മൾ ആക്കി മാറ്റും. പക്ഷെ നമ്മളെ മനസ്സ് അല്ലെ ആരും കാണാത്താണ്. അവിടെ നമ്മൾ എന്തൊക്കെ സൂക്ഷിച്ചു വെക്കണേ, എന്തൊക്കെ എടുത്തു വെക്കുന്നതെന്ന് ആരും അറിയില്ല എന്നാ നമ്മൾ വിചാരിക്കലേ. ആക്ച്വലി നമ്മളെ എനർജി പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് റീഡ് ചെയ്യുന്നുണ്ട്. ഈ എനർജി കാര്യങ്ങൾ ഉള്ളിൽ എടുത്തു വെച്ച കാര്യങ്ങൾ കുറച്ച് കഴിയുന്ന സമയത്ത് അത് നമ്മളിൽ പല പ്രശ്നങ്ങളായിട്ടും എല്ലാം റിഫ്ലക്ട് ചെയ്യും എന്നുള്ളത് നമുക്കറിയില്ല. അതിങ്ങനെ നമ്മൾ എടുത്തു കൊണ്ടുവെക്കും. അത് പലപ്പോഴും പലരും ആരോടും പറയൂല അല്ലെ. മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആരോടെങ്കിലും പറയാന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ആരോടും പറയില്ല. കുറെ കാലം ഉള്ളിൽ വെച്ച് 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 ലാസ്റ്റ് അത് പൊട്ടിത്തെറിക്കാനാവുന്ന സമയത്ത് അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവും. എന്തെങ്കിലുമൊക്കെ അസുഖമായിട്ടോ എന്തെങ്കിലും പ്രശ്നമായിട്ടോ വരുന്ന സമയത്തായിരിക്കും നമ്മളത് അതിനെ കുറിച്ച് ചിന്തിക്കാം. അപ്പൊ ഇപ്പോഴേ നമ്മള് ഈ പ്രായത്തിലൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന വഴി ചില ഈ പ്രായമാവുന്ന സമയത്ത് പല ആളുകൾക്കും ഷുഗർ ആവട്ടെ, പ്രഷർ ആവട്ടെ, അങ്ങനെ കൊളസ്ട്രോൾ അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രായം അങ്ങ് കഴിഞ്ഞിട്ടുണ്ടെന്ന് പിന്നെ എല്ലാവർക്കും അസുഖം ഇല്ലാത്ത ആളുകൾ വളരെ കുറവാണ്. ആക്ച്വലി ഇതൊക്കെ ഉള്ളിൽ ഇങ്ങനെ ഈ നെഗറ്റീവ് ഇമോഷൻസ് എല്ലാം ഉള്ളിൽ വെച്ച് 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 നമ്മൾ എന്താവുന്നതാണ്, അത്തരത്തിലുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ മാറിപ്പോകുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ജേർണലിംഗ് ഒരു ഹാബിറ്റ് ആക്കി മാറ്റിയിട്ട് അത് നമ്മൾ ഡെയിലി ഫുഡ് കഴിക്കുന്ന പോലെ നമ്മൾ കുളിക്കുന്നത് പോലെ, കുളിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ശരീരം ശുദ്ധിയാക്കണം, അതേപോലെ നമ്മളെ മനസ്സ് ശുദ്ധിയാക്കുന്ന ഒരു പ്രോസസ്സാണ് ഇതേപോലെ ജേർണലിംഗ്. അപ്പൊ ആ കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രമൊക്കെ ധരിക്കുന്ന പോലെ നമ്മളെ മനസ്സിനെയും കൂടി അതുപോലെ ഒന്ന് കുളിച്ച് നല്ല വൃത്തിയാക്കി നല്ല മൊഞ്ചാക്കി വെക്കാൻ വേണ്ടിട്ട് നമ്മൾ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തെങ്കിലും ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. വെറുതെ ഇത് കേട്ട് പോയിട്ട് കാര്യമില്ല. ഇത് നിങ്ങളെ ലൈഫിൽ അപ്ലൈ ചെയ്യാം, പ്രാവർത്തികമാക്കിയിട്ട് അതിനുള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ട് പറയാം. ഓക്കെ, അപ്പൊ ഇത്രയും നേരം കേട്ടിരുന്നതിന് താങ്ക് യു സോ മച്ച്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഫീഡ്ബാക്കോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ലീവ് ചെയ്യാം. ആർക്കൊന്നും പറയാനില്ല. നമ്മളെ മൈൻഡ് ഇൻസ്പെക്ടറിന്റെ നെക്സ്റ്റ് ബാച്ച് നമ്മൾ ഈ മാസം 29th സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ഉണ്ട്, വാട്സപ്പ് പ്രോഗ്രാം. അത് വരുന്നത് 21st ഈ വരുന്ന 21st സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ പേഴ്സണലി കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ആർക്കൊന്നും പറയാനില്ല എന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ നമുക്ക് പറയാം, ഇല്ലെങ്കിൽ നമുക്ക് ലീവ് ചെയ്യാം. അസ്സലാമലൈക്കും. കേൾക്കുന്നുണ്ടോ മാം? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? അസ്സലാമലൈക്കും. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. വളരെ നല്ല ക്ലാസ്, വളരെ ഇൻഫോർമേറ്റീവ്, ഒരുപാട് വിസ്റ്റംസ് കിട്ടി, വളരെ ഹാപ്പിയായി. താങ്ക് യു. താങ്ക് യു സോ മച്ച്. പിന്നെ മാമിന്റെ ക്ലാസ് ഞാൻ യൂട്യൂബിൽ കാണാറുണ്ട്. അങ്ങനെ ഞാൻ കേറിയതാണ് ലിങ്കില് അന്ന് വാട്സപ്പ് ഗ്രൂപ്പിൽ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ എനിക്ക് ലിങ്ക് കിട്ടി. അങ്ങനെ ഒന്ന് ലൈവായിട്ട് തന്നെ കാണണമെന്ന് വിചാരിച്ചിട്ട്, പക്ഷെ വീഡിയോ ഓണാക്കാൻ സാധിച്ചില്ല. എനിക്ക് സുഖമില്ലാതിരിക്കുകയാണ്. അപ്പോ അതുകൊണ്ടാണ്. പക്ഷെ നല്ല ക്ലാസ് ആയിരുന്നു, നല്ല ക്ലാസ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ഇൻഫർമേഷൻസ്. താങ്ക് യു. താങ്ക് യു സലീന മാം. ഇൻഷാല്ലാ അപ്പൊ ഇനിയും വരുന്ന ആഴ്ചകളിലൊക്കെ ലൈവായിട്ട് തന്നെ കയറാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഇനി ആർക്കെങ്കിലും ആർക്കും പറയാനില്ല എന്നുണ്ടെങ്കിൽ ലീവ് ചെയ്യാം കേട്ടോ. ഇല്ലെങ്കിൽ താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു ഫോർ ദ ക്ലാസ്. നല്ല ക്ലാസ് ആയിരുന്നു, ഒരുപാട് ഇൻഫർമേഷൻ കിട്ടി. താങ്ക് യു സോ മച്ച്. താങ്ക് യു റഷിദ മാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ലീവ് ചെയ്യാം അല്ലെ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണലി കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം.